അവരുടെ പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് 1 റിലീസ് ചെയ്യാനിരിക്കുന്ന സുമതി വളവിന്റെ ട്രെയിലർ ലോഞ്ച് ഇന്നിപ്പോൾ ലുലു മോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒറ്റ കാരണത്തിലാണ് വരാൻ പറ്റാതിരുന്നത്. ഞാനതവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു. അതാണ് ഞാൻ ഇവിടെ കുറച്ച് ലേറ്റ് ആയത്. എന്തൊക്കെയോ അർജുന അശോകൻ, ബാലു വർഗീസ്, അങ്ങനെ കുറേ പേരുണ്ട്. ഒരു വലിയ സിനിമയാണ്. അപ്പം അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതിരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടാ ഞാനും വരുന്നുണ്ടെന്ന് വരാൻ പറ്റില്ല, ഇവിടെയുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗോപികയും വരുമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബാലുക്ക എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കതൊരു വലിയ തിരിച്ചറിവായിരുന്നു. കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ 3 സെന്റ് സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നു, അതിന് വേണ്ടി ഒരു പദ്ധതിയാണ്. ശരി, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും സന്നാഹം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ നേരം ഞാനിങ്ങനെ ആലോചിക്കാം, അപ്പം എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ. അപ്പം ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരേ ഉത്തരം തിരിച്ചു വരുന്നത്, നമ്മൾ അർഹരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ചിന്താഗതിയെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് ഒരു അസ്വാഭാവികത, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും സമയമെടുത്ത് ഒരു വലിയ പദ്ധതിയാക്കി ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച് ഇതൊരു പ്രൊജക്റ്റാക്കി ഇതിന് ഒരു വിഷൻ കണ്ടെത്തി ഇതുപോലൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച് അത് പ്രാവർത്തികമാക്കി എടുത്ത് അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു. ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട അത്ര തന്നെ എഫേർട്ടാണ് ഇവരെല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം എന്താണ് ഇതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ്. ഞാൻ പെട്ടെന്ന് ബാധിക്കുന്നോട് ചോദിച്ചു, അതൊക്കെ ഞാനുണ്ട്, എന്തിനു വേണമെങ്കിലും ഞാനുണ്ട്, എന്താണ് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യേണ്ടത് ഞാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശീലങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് സങ്കടകരമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ താളം കാണാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹം, ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട്, എൻവയോൺമെന്റൽ ഡേ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഞാനൊരു മരം നടുന്നത്. അപ്പൊ എൻ്റെ ആൾക്കാർ കളിയാക്കും, ഈ എൻവയോൺമെന്റൽ ഡേന് മരം നട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ മരം നട്ടു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊരു എൻവയോൺമെന്റൽ ഡേന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ മരം നടൽ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ പറയുന്ന ആളുകൾ എൻവയോൺമെന്റൽ ഡേന് പോലും മരം നടന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായത്. അതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം അങ്ങനെ ഒരു ദിവസം ഉണ്ടായതുകൊണ്ട് ആ ദിവസം മാത്രമാണ് പ്രകൃതിയോട് സ്നേഹം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ആ ദിവസം പോലും അവർ അത് ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ, ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ, അതാണ് നമ്മളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃകാപരമാണ്. അത് ഗംഭീര ഇൻസ്പിറേഷനാണ്. അവരെല്ലാവരും ഒരു ഗംഭീര കയ്യടിയെ അർഹിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതൊരു കയ്യടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല,